അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ മാജിക്കൽ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ 6ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് വളരെ ലളിതമായ ചെറിയ ഒരു പാഠമാണ് നാം പഠിക്കാൻ പോകുന്നത്. ചെറുതെങ്കിലും പ്രാക്ടീസ് നിങ്ങൾ വലുതായി തന്നെ ചെയ്യണം. ഇന്ന് നമുക്ക് പറയാറുണ്ടല്ലോ, അവൾ അവൻ്റെ കൂടെ പോകണോ, പറയേണ്ടി വരാറുണ്ടല്ലോ നമുക്ക്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നുള്ളതാണ് ഇന്ന് നാം പഠിക്കാൻ പോകുന്നത്. അത് പറയേണ്ടത് കഴിഞ്ഞ പാഠത്തിൻ്റെ ഒരു ക്രമം മാറ്റൽ, ഒരു വേരിയേഷനാണ്. കഴിഞ്ഞ പാഠത്തിൽ ഐ ഷുഡ് കം, ഞാൻ വരണം എന്നായിരുന്നു പാഠമെങ്കിൽ അതിലെ ഷുഡ് എന്നതിനെ നമ്മൾ ആദ്യം വെക്കുന്നു. കഴിഞ്ഞ പാഠത്തിൽ നടുവിലായിരുന്നു ഷുഡ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ക്രമം മാറ്റി ഫസ്റ്റ് ഷുഡ് ആദ്യം വെക്കുന്നു, രണ്ടാമത് സബ്ജക്റ്റ് വെക്കുന്നു. ആരാണോ അതിൽ പ്രവൃത്തി ചെയ്യുന്ന ആളായിട്ട് വരുന്നത് വെച്ചെങ്കിൽ അത് മൂന്നാമത് വെർബ് വെക്കുന്നു. അപ്പോൾ നമുക്ക് നോ എന്നുള്ളൊരർത്ഥം കിട്ടും. നോ, ഉദാഹരണത്തിന് ഷുഡ് ഐ കം, ഞാൻ വരണോ. ഷുഡ് ഫസ്റ്റ് ഉപയോഗിച്ചു, ഐ എന്നുള്ള സബ്ജക്റ്റ് രണ്ടാമത് ഉപയോഗിച്ചു, മൂന്നാമത് വെർബ് ഉപയോഗിച്ചു. ഇനി നാലാമത് നമുക്ക് ആവശ്യാനുസരണം ചേർക്കാം. ഷുഡ് ഐ കം ടു യുവർ ഹൗസ്, ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരണോ. ഇതാണ് ഇന്നത്തെ നമ്മുടെ പാഠം. അപ്പോൾ നോ എന്ന് ചോദിക്കാൻ, വരണോ, പോകണോ, എഴുതണോ, പഠിക്കണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കാൻ നാം ഉപയോഗിക്കേണ്ടത് ഫസ്റ്റ് ഷുഡ്, രണ്ടാമത് സബ്ജക്റ്റ്, മൂന്നാമത് നിർബന്ധമായിട്ടും വെർബ് ഉപയോഗിക്കുക. പിന്നീട് നമുക്ക് ആവശ്യാനുസരണം കൂട്ടിച്ചേർക്കലുകൾ വരുത്തുകയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് സബ്ജക്റ്റുകൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള സഹായകമായ ചില കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഫസ്റ്റ്, എല്ലായിടത്തും ഷുഡ് ഉപയോഗിക്കണം. ഷുഡ് ഐ കം, ഷുഡ് ദേ ടീച്ച്. ഇനി ഷുഡ് ദേ കം വെച്ചിട്ട് നമുക്ക് പറയാം. എല്ലാ വെർബ് വെച്ചും ഈ ക്രമം നിങ്ങൾ പറഞ്ഞു നോക്കി, എഴുതി നോക്കി, നിങ്ങളുടെ മനസ്സിലത് ഉറപ്പിച്ചാൽ മതി. ഇവിടെ വ്യത്യസ്തമായ വെർബ് വെച്ച് തന്നെ നമുക്ക് പറയാം. ഷുഡ് ദേ ടീച്ച്, അർത്ഥം അവർ പഠിപ്പിക്കണോ. ഷുഡ് വി റൈറ്റ്, നമ്മൾ എഴുതണോ, ഞങ്ങൾ എഴുതണോ. ഷുഡ് ഷീ സ്പീക്ക്, അവൾ സംസാരിക്കണോ. ഷുഡ് ഹീ ഗോ, അർത്ഥം എഴുതിയിട്ടില്ല, നിങ്ങൾക്ക് തന്നെ കിട്ടും, അവൻ പോകണോ. ഷുഡ് ഷബീബ് ട്രൈ, ട്രൈ എന്ന് പറഞ്ഞാൽ പരിശ്രമിക്കുക, ശ്രമിക്കുക എന്നതിനുള്ള വെർബാണ്. ഷബീബ് ശ്രമിക്കണോ. ഷുഡ് സിസ്റ്റർ ആൻഡ് ബ്രദർ പ്രാക്ടീസ്, സഹോദരിയും സഹോദരനും പരിശീലിക്കണോ, പ്രാക്ടീസ് ചെയ്യണോ. ഇവിടെ ആൻഡ് എന്നൊരു പേര് പറഞ്ഞ് അടുത്ത പേരിൻ്റെ മുമ്പ് ഒരു എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് ആൻഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ഷബീബ്, സഹോദരനും സഹോദരിയും എന്നുള്ള ഒരർത്ഥം. ഇതിന് അറബിയിൽ അത്ഫ് എന്നാണ് പറയുക. ഈ ഒരു അർത്ഥം കിട്ടാനുള്ള ഒരു ആൻഡ് നമ്മളെ ഇടയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഒരാളാണെങ്കിൽ സിസ്റ്റർ മാത്രമാണെങ്കിൽ ഷുഡ് സിസ്റ്റർ പ്രാക്ടീസ്, സഹോദരി പ്രാക്ടീസ് ചെയ്യണോ എന്നിങ്ങനെയാണ് ചോദിക്കേണ്ടത്. അപ്പോൾ അവൾ, നമ്മുടെ പാഠത്തിൻ്റെ തലവാചകത്തിൽ നമ്മൾ പറഞ്ഞ അവൾ അവൻ്റെ കൂടെ പോകണോ എന്നെങ്ങനെ ചോദിക്കും? ഷുഡ് ഷീ ഗോ വിത്ത് ഹിം. ഷുഡ് ആദ്യം വെച്ചു, ഷീ രണ്ടാമത് വെച്ചു. സ്പീക്കിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? അവൾ പോകണോ എന്നുള്ളതിന് ഷുഡ് ഷീ ഗോ, അവൾ പോകണോ. ഇനി ആരുടെ കൂടെ എന്നുള്ളതിന് വിത്ത് ഹിം, വിത്ത് ഹിം എന്ന് നമ്മളവിടെ ചേർത്ത് കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. അത് മാത്രം നമുക്കൊന്ന് പ്രത്യേകം പരിചയപ്പെടാം. വിത്ത് എന്നാൽ കൂടെ, നോടൊപ്പം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ വിത്ത് ഹിം, അവൻ്റെ കൂടെ. അപ്പോൾ ഷുഡ് ഷീ ഗോ വിത്ത് ഹിം, അവൾ അവൻ്റെ കൂടെ പോകണോ. ഇനി അവൾ അവളുടെ ഭർത്താവിൻ്റെ കൂടെ പോകണോ. ഷുഡ് ഷീ ഗോ വിത്ത് ഹെർ ഹസ്ബൻഡ്. അപ്പോൾ അവളുടെ എന്നുള്ളതിൻ്റെ വാക്ക് ഹെർ എന്നുള്ളതാണ്. ഹെർ, അവളുടെ. അപ്പോൾ വിത്ത് ഹെർ ഹസ്ബൻഡ്, അവളുടെ ഭർത്താവിൻ്റെ കൂടെ. വിത്ത് ഹെർ പാരൻസ്, അവളുടെ രക്ഷിതാക്കളുടെ കൂടെ. ഷുഡ് ഷീ ഗോ വിത്ത് ഹെർ പാരൻസ്, അവൾ അവളുടെ രക്ഷിതാക്കളുടെ കൂടെ പോകണോ. ഷുഡ് ഷീ ഗോ വിത്ത് ഹെർ ചിൽഡ്രൻ, അവൾ അവളുടെ കുട്ടികളുടെ കൂടെ പോകണോ. ഇങ്ങനെ നമ്മൾ ഇതിനെ
പല തവണയായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അവൻ വരണോ എന്നെങ്ങനെ ചോദിക്കണം? ഷുഡ് ഹീ കം, അവൻ വരണോ. ഷുഡ് ഹീ കം ടു മൈ ഹൗസ്, അവൻ എൻ്റെ വീട്ടിലേക്ക് വരണോ. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പാഠമാണ്. എന്നത്തെയും പോലെ നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുകൊണ്ട് ഉപകാരപ്പെടുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും പരിശ്രമിക്കുക.